ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു വർക്ക് വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹാമ്പർ വർക്കാണ്. ഹാമ്പർ വർക്കൊക്കെ ചെയ്യുമ്പം ഓരോ ഐറ്റംസും ഇങ്ങനെ നമ്മൾ കൊറിയർ അയക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകി. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റിൻ്റെ താഴെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ അയക്കുന്ന പോലെ തന്നെ കസ്റ്റമറിന് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ആകെ കോളായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇതിൽ വെക്കാനുള്ള A5ൻ്റെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു, അത് ഞാനിങ്ങനെ പാക്ക് ചെയ്തു. പിന്നെ ഐ ഷാഡോ പാലറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ താഴെയും ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2 ഡയറി മിൽക്ക് ഉണ്ട്. അപ്പോൾ രണ്ടും ഞാൻ ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് അതിൽ വെച്ചെടുത്തു. പിന്നെ 2 ഗാലക്സി ഉണ്ടായിരുന്നു, അത് ഞാൻ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ആദ്യം ഒന്ന് ഒട്ടിച്ചിട്ടാണ് ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തത്. പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് ഓരോന്നിൻ്റെ മേലെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഫെറേറോൻ്റെ ഈ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ ഈ ബോക്സിലുള്ള എല്ലാ ഐറ്റംസും കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു പെർഫ്യൂം ഉണ്ട് കേട്ടോ, ജാസ്മിൻ പെർഫ്യൂമാണ്, നല്ല സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ അതും ബോക്സിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ഉണ്ടായിരുന്ന ഒരു ഐറ്റം ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇയറിങ്സ് പിന്നെ ഞാൻ പാക്ക് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു മിനി ഫ്രെയിം ഉണ്ടായിരുന്നു, അതും ഞാനിങ്ങനെ പാക്ക് ചെയ്തു. എന്നിട്ട് അടിയിൽ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് വെച്ചു കൊടുത്തു. പിന്നെ ബോക്സ് ഒന്ന് ഫില്ല് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്തു. അപ്പോൾ ഈ ബോക്സിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഹാമ്പർ വർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിലൂടെ എന്തായാലും നിങ്ങൾ അറിയിക്കണം. ഇനി ഇത് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് ആദ്യം ക്ലിങ് ഫിലിം ടാപ്പ് വെച്ചിട്ട് ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ബബിൾ റാപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഒന്ന് പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വക ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ മാത്രമേ അവിടെ സേഫ് ആയിട്ട് എത്തുള്ളൂ കേട്ടോ. ഈ പ്രൊഡക്റ്റ് എനിക്ക് തൃശ്ശൂരിലേക്ക് കൊറിയർ അയക്കാനുള്ളതായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല സെക്യൂർ ആയിട്ട് പാക്ക് ചെയ്യണം. പിന്നെ ഞാനൊരു കാർഡ്ബോർഡിൻ്റെ ഒരു പെട്ടിയിലാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് പാക്ക് ചെയ്തു. എന്നിട്ട് അഡ്രസ്സൊക്കെ ഒന്ന് എഴുതുന്നുണ്ട്. ഇതെനിക്ക് അർജൻറ്റായിട്ട് കസ്റ്റമർക്ക് കിട്ടാനുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ DTDC വഴിയാണ് കേട്ടോ അയക്കുന്നത്. പിന്നെ ബോക്സിൻ്റെ മേലെ ഈ ഒരു ഫ്രഗൈൽ സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുത്തു. തലേന്ന് രാത്രി ഞാനിരുന്ന് ചെയ്ത വർക്ക്സ് ഒക്കെയാണ് കേട്ടോ ഇതെല്ലാം ഞാൻ അഡ്രസ്സൊക്കെ ഒട്ടിച്ചതാണ്. ഇനി അതിൻ്റെ മേലെ താങ്ക് യു സ്റ്റിക്കേഴ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എനിക്കിന്ന് കൊറിയർ അയക്കാനുള്ള പ്രൊഡക്ട്സ് ആണ്. ഇതിൽ കൂടുതലും പോളറോയിഡ്സിൻ്റെ വർക്കാണ്. പിന്നെ അതല്ലാതെ 1-2 ഫ്രെയിം വർക്കും ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ കൊറിയറും അയക്കുന്നത് ആമസോൺ വഴിയാണ്. അത് ഞാൻ ഓൾറെഡി ഏതൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിക്കപ്പിന് വരുന്ന കൊറിയർ ബോയ്ക്ക് ഒരു ഫ്രെയിം വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കുള്ള ഫ്രെയിമാണ് കേട്ടോ ഇത്. 4x6 വരുന്ന ഒരു ഫ്രെയിമാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആൾ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ വേഗം തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഡയറക്റ്റ് കയ്യിൽ കൊടുക്കുന്നതുകൊണ്ട് വല്ലാതെ സംഭവം പാക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ എന്നാലും പാക്ക് ചെയ്തിട്ട് ആൾ വന്നു ഓരോ പ്രൊഡക്ട്സും ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആമസോൺ വഴി കൊറിയർ അയക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും അറിയണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് പേര് അറിയണമെന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഉടൻ തന്നെ അതിനെ പറ്റിയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ദിവസം മുന്നേ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് റെസിനും പിന്നെ കുറച്ച് മൗൾഡൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവമാണ് റെസിന്. അപ്പം എന്തായാലും ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. റെസിൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. വാങ്ങിയപ്പോഴാണ് അറിയുന്നത് കേട്ടോ. പിന്നെ ഈ കുറേ ഗ്ലിറ്റേഴ്സ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒന്നും മിസ്സാക്കിയില്ല, അവിടെ കണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കീ ചെയിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാസൽസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള വർക്ക്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. മൗൾഡ് ഞാൻ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലേ, ഇത് 3 സൈസിൽ വരുന്നുണ്ട്, അത് 3 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കീ ചെയിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റിങ് വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രസ്സിനൊക്കെ മിക്സ് ചെയ്യാനുള്ള ടൂൾസാണ് കേട്ടോ ഇതൊക്കെ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയില്ല. ഓരോ വീഡിയോ കണ്ടിട്ട് വേണം ഇനി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു പെർമനൻറ്റ് മാർക്കർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിഗ്സാഗിൻ്റെ സിസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ലീഫ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് മെറ്റൽ പോലത്തെ എന്തെങ്കിലും സംഭവമാണെന്ന് വിചാരിച്ചിട്ടോ, പക്ഷെ അങ്ങനെ ഒന്നുമല്ല, അടിപൊളിയാണ്. ഇനി കുറച്ച് ഫ്രെയിം വർക്കൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി കുറേ പ്രിൻ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആരാണ് ഏതാണെന്നുള്ളതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ നാളെ എനിക്ക് അർജൻറ്റായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് ഒരു ബൾക്കായിട്ടുള്ള ഒരു മിനി ഫ്രെയിമിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു.
അപ്പോൾ അതിലേക്കുള്ള പ്രിൻ്റൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഫ്രെയിമും വൈറ്റ് കളറിൽ തന്നെ വേണമെന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാണ്. മിനി ഫ്രെയിമിൻ്റെ വർക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് A5ൻ്റെ കുറച്ച് വർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള പ്രിൻ്റാണ് കേട്ടോ ഇത്. അതും ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പരിപാടി എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് ഫോട്ടോ അയച്ചു കൊടുക്കും. ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞു. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു സ്ക്രാപ്പ് ബുക്കാണ്. ഇതൊരു ഉമ്മ മകളെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിലുള്ള ഓരോ ക്യാപ്ഷൻസും അവർ അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് വെക്കണം, ഈ ഫോട്ടോൻ്റെ താഴെ ഇത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു തന്നതാണ്. അങ്ങനെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കണം, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു, അതുപോലെ നല്ല ഫോട്ടോയും കസ്റ്റമർക്ക് അയച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടിയിലാണ്. അപ്പോൾ ഫ്ലവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഓരോ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതിലേക്കൊരു ലെറ്റർ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെറ്ററിൻ്റെ മാറ്ററൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നല്ല ക്യൂട്ടായിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ വകയായിട്ട് അതിലൊന്ന് വെച്ചു. അങ്ങനെ ഇനി ഇതൊന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ ഞാനിത് ഉദ്ദേശിക്കുന്നത് ഒരു എൻവലപ്പിലിട്ട് കൊടുക്കണം എന്നാണ്. അപ്പോൾ ആദ്യം ഫോട്ടോ വെച്ചിട്ട് പിന്നെ ലെറ്റർ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ലുക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും പാക്ക് ചെയ്യാനുണ്ട്, അഡ്രസ്സൊക്കെ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്രയും വർക്ക് ഇന്ന് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരെ ബൈ.